പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സംപ്രേഷണ പരിപാടിയിലെ 19ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഏതാണ്ട് 75 വർഷം പിന്നിടുകയാണ്. 75 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ക്രമാനുഗതമായ ഒരു വികസനം നാടിനുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു സ്വപ്നം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കൾ വളരുമെന്നും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും ഒക്കെ സിദ്ധിച്ച് ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും അവിടെ ആരോടും കടപിടിക്കുന്ന രീതിയിലുള്ള വളർച്ച കൈവരുമെന്നൊക്കെയുള്ള സ്വപ്നം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വലിയ നേതാക്കന്മാരൊക്കെ ആ സ്വപ്നം നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഇപ്പോൾ വന്ന് 75 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു പതനത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെ പലരുടെയും നിലവാരം നോക്കുമ്പോൾ നമുക്ക് ഒരു ലജ്ജ തോന്നുകയാണ്. ഒരു നേതാവ് ഒരു പദ്ധതി, സിൽവർ ലൈൻ എന്നും പറഞ്ഞൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാലം കേട്ടു, ഒരുപാട് കാലം അതിൻ്റെ സമരത്തെക്കുറിച്ച് വായിച്ചു. ഒരുപാട് ആളുകളുടെ ജീവന ഉപാധികൾ മരവിപ്പിക്കപ്പെട്ടു. അവരുടെ വസ്തുക്കളും വീടുകളുമൊക്കെ അളന്ന് കുറ്റിയടിച്ച് മാർക്ക് ചെയ്തു. അവിടെ എല്ലാം സിൽവർ ലൈൻ പദ്ധതി വേണ്ടിയിട്ട് കുറ്റിയടിക്കുണ്ടായി. അപ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ മറന്നിരിക്കുകയായിരിക്കും. ഞാൻ വീണ്ടും ചെറുതായിട്ടൊന്ന് ഓർപ്പിക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു സമാന്തര പാത കേരളത്തിൻ്റെ ഈ സിൽവർ ലൈൻ പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന UDF ഗവൺമെൻറ് പഠിച്ചു. അവരുടെ പഠനത്തിൽ അവർക്ക് ഇത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പതാക വാഹന പദ്ധതിയായിട്ട് കണക്കാക്കി. ജപ്പാൻ്റെ നാഷണൽ ബാങ്ക് അവരതിന് ഫണ്ട് തരും, അവരതിൻ്റെ മെറ്റീരിയൽ തരും. നമ്മൾ സ്ഥലം എടുക്കുക, നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക, ഇതേ വേണ്ടൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ കെണിയുണ്ടെന്ന് പറഞ്ഞത്, നമ്മുടെ ഒരു റെയിൽവേ സിസ്റ്റം നമുക്കറിയാവുന്ന പോലെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അതിൽ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഗേജാണ്. നമുക്ക് രാജ്യത്തെല്ലാം ഏത് സ്ഥലത്തേക്കും നമ്മളിപ്പം ബ്രോഡ് ഗേജാണ് നമ്മുടെ റെയിൽ പദ്ധതി നടപ്പാക്കുക. പണ്ടുണ്ടായിരുന്ന മീറ്റർ ഗേജ് നമ്മളിപ്പം കുറേശ്ശെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ടൂറിസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാരോ ഗേജ് ഊട്ടിയിലും അതുപോലെ ചില പ്രദേശങ്ങൾ നമ്മുടെ നീലഗിരിയിലുണ്ട്, പിന്നെ ഡാർജിലിംഗിൽ, ഇങ്ങനെ വളരെ അപൂർവമായിട്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നാരോ ഗേജ് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ജപ്പാൻകാരുടെ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡ് ഗേജുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അഥവാ അത് നമ്മളിവിടെ കേരളത്തിലുണ്ടായിക്കഴിഞ്ഞാൽ ആ ഗേജിൽ നമ്മൾ ഈ ജപ്പാൻകാർ തരുന്ന ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന റെയിൽവേയിൽ നിന്ന് നമ്മുടെ ബ്രോഡ് ഗേജിലേക്ക് ഒരു ട്രാൻസ്ഫർ സാധ്യമല്ല. കാരണം ആ റോളിംഗ് സ്റ്റോക്കും ഈ റോളിംഗ് സ്റ്റോക്കും രണ്ടും വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു റെയിൽ പദ്ധതിയായിട്ട് മാറും. അത് ഏതാണ്ട് വലിയൊരു തുക, വൻ തുകയാണ് അതിന് ആവശ്യമായിട്ട് വരിക. 68,000 കോടി ഒക്കെ ഒരു കണക്ക് കേട്ടു. പക്ഷേ റെയിൽവേ ബോർഡിൽ നിന്നും അതിൻ്റെ വിദഗ്ധന്മാരത് പഠിച്ചിട്ട് അതിൻ്റെ പദ്ധതി പൂർത്തിയാകുമ്പോൾ 1,00,000-1,15 ലക്ഷം കോടി വരെ പോവും. അതുപോലെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തിൻ്റെ തെക്ക് വടക്ക് വലിയൊരു എംബാങ്ക്മെൻറ്റ് ചിറ പോലെ കെട്ടിയിട്ട് ഈ സംസ്ഥാനം, വീതി കുറഞ്ഞൊരു സംസ്ഥാനം രണ്ടായിട്ട് മാറിപ്പോവും, വിഭജിക്കപ്പെടും. ഇതിന് വേണ്ടുന്ന കല്ലും മണ്ണും വേണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ നമ്മുടെ ഹൈ റേഞ്ചിലെ കുന്നും മലയെല്ലാം ഇടിച്ച് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ കൃഷിയിലും നമ്മുടെ നദീജലത്തിൻ്റെ പ്രവാഹത്തിലും തോടുകളും വയലുകളും ഒക്കെ ഒരുപാട് നഷ്ടം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണെന്ന് നമ്മുടെ വിദഗ്ധന്മാരുടെ പഠനത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റെയിൽവേയും ഈ ജപ്പാൻ്റെ പദ്ധതിയോട് യോജിക്കുന്നില്ല. റെയിൽവേ ബോർഡ് പറയുന്നത് അവർക്ക് ആ ഒരു നിലപാടിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അവരതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അത് സമർപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. കാരണം ജപ്പാൻകാർ നമുക്ക് വായ്പ തരണമെങ്കിൽ അവരുടെ റോളിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കണം, അതിൻ്റെ ബാക്കി പണമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പദ്ധതി റെയിൽവേ ആയിട്ട് ലിങ്ക് ചെയ്യാനോ മെർജ് ചെയ്യാനോ പറ്റുകയില്ലെന്ന് റെയിൽവേ ബോർഡ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് നമുക്കിപ്പം അതൊരു പ്രായോഗികമല്ല എന്നുള്ള നിലയിലാണ്. പക്ഷേ ഈ ഗവൺമെൻറ് അത് വിട്ടിട്ടില്ല. അതുപോലെ ഒരുപാട് ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ ഈട് വെക്കാനോ വായ്പ എടുക്കാനോ ഒക്കെ കഴിയാത്ത അവസ്ഥയുണ്ട്. ജീവിതം തന്നെ വഴിമുട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അദ്ദേഹം പറഞ്ഞ ഒരു വിശദീകരണം ഞാൻ നിങ്ങളെ ഓർമ്മയെ കൊണ്ടുവരികയാണ്. നിങ്ങൾ കുറേ കാലം മുമ്പ് വായിച്ചായിരിക്കും. അപ്പോൾ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞാൽ ഷൊർണൂറിനടുത്തുള്ള കുഞ്ഞിലക്ഷ്മിയും കൂട്ടുകാരും, അവർ കുടുംബശ്രീയിലെ പ്രവർത്തകരാണ്. അവരവിടെ നിന്ന് വീട്ടിൽ അപ്പം ചുടുന്നു,
അപ്പക്കൊട്ടയായിട്ട് വന്നിട്ട് സിൽവർ ലൈനിൽ കയറുന്നു, കൊച്ചിയിൽ വരുന്നു, അപ്പം കൊച്ചിയിൽ വെച്ചിട്ട് അതിൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് അടുത്ത സിൽവർ ലൈനിൽ കയറി ഷൊർണൂറിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വലിയ തൊഴിൽ രംഗത്തെല്ലാം വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബാലിശമായ ഒരു പ്രസ്താവന നടത്തുന്ന ഒരാൾ ഒരു വലിയ പ്രബുദ്ധ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, നിങ്ങൾ ആലോചിച്ച് വേണം. വാസ്തു നമ്മൾ കരഞ്ഞു പോകും. ആദ്യം ചിരിക്കും, ആദ്യം നമുക്ക് പരിഹാസം തോന്നും. അപ്പോൾ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇടത് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ആ സംസ്ഥാനത്തിലെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നാണ് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുള്ളത്. അത്രയും ബാലിശമായ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അണികളെ പറഞ്ഞ് അവർക്ക് ബോധോദയം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എത്ര വിവരക്കേടാണ് ഈ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുക. അപ്പത്തിൻ്റെ വില എന്താണ്, സിൽവർ ലൈനിലെ ആ ട്രെയിനിൻ്റെ നിരക്കെന്തായിരിക്കും, അതിൻ്റെ വേഗത എന്തായിരിക്കും, ഇതൊന്നും അറിയാതെ ഈ സാധാരണക്കാരായ ആൾക്കാരെ അനുയായികളെ പറഞ്ഞ് ധരിപ്പിക്കുക. അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ എന്തൊരു ഇതാണ്, അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കിയോടെ ട്രെയിനെ കൊണ്ടുവന്ന് വിൽക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ആൾക്കാരുടെ ഗണത്തിലേക്ക് അതിൽ താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർ വേദിയിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ചാനലിൽ വന്നിരുന്നിട്ട് ഈ നടക്കാൻ പ്രായോഗികമല്ലാത്തതും അതായത് അപഹാസ്യവുമായിട്ടുള്ള ആ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇടതിൻ്റെ രംഗം അതാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിനൊട്ടും വ്യത്യാസമല്ല. പഠിച്ച് ജയിച്ച വളരെ കുറച്ച് പേരടുത്തുണ്ട്, നമ്മൾ അവരോട് വരുന്നുണ്ട്. പക്ഷേ അവർ പോലും ഒരു യുക്തിഭദ്രമായിട്ടൊരു കാര്യം അവതരിപ്പിക്കാനായിട്ട് അവർക്ക് പലർക്കും കഴിയുന്നില്ല. അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ നയം ഒരുപക്ഷെ അവരുടെ പാർട്ടിയുടെ ഒരു നിർബന്ധ കമ്പൽഷൻ ഉണ്ടാവും. പാർട്ടിയുടെ നയത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായിട്ടൊന്നും പറയാൻ പാടില്ലെന്നുണ്ടാവും. പക്ഷേ പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് അവരിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവരും ഇപ്പോൾ ഇതാ ബ്രാൻഡ് ഷർട്ടൊക്കെ ഇട്ട് കോൺഗ്രസ് സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഗാന്ധിജിയുടെ പടവും വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിതവും അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും ഒന്നും ഒരു ഗാന്ധിയൻ സങ്കല്പത്തോട് പൊരുത്തപ്പെടുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആ പാർട്ടിയുടെ അംഗങ്ങളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളുടെ മാത്രമല്ല, ഇതൊരു പൊതുസ്വത്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ പൊതുസ്വത്ത്, നാടിൻ്റെ ലക്ഷ്യം, ജനങ്ങളുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ പാർട്ടികൾ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണേലും കോൺഗ്രസ് ആണേലും BJP ആണേലും ഒക്കെ അതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ജനങ്ങളുടെയും പ്രതീക്ഷയ്ക്ക് ഒപ്പം വളരാതെ ഈ തെരുവ് രാഷ്ട്രീയത്തിൻ്റെ ഈ പിടിയിൽ കിടന്ന് ഇവരിങ്ങനെ കളിക്കുകയും അവരിൽ നിന്ന് കാര്യമായ സംഭാവന ഉണ്ടാകുകയും ചെയ്യാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കും, എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്ന് പരിതപിച്ച് നിരാശപ്പെട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയെങ്കിലും ഈ നാടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കും. പക്ഷെ നമുക്കറിയാം, പോയി പലരും ആ രാജ്യത്തൊക്കെ മറ്റ് പല രാജ്യത്തും പ്രവർത്തിച്ചും ജീവിച്ചും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് നമുക്ക് നമ്മുടേതായ ഒരു മൂല്യമുണ്ട്, നമ്മുടേതായ ഒരു അടിസ്ഥാനമുണ്ട് ഈ രാജ്യത്തിന്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ, കുറവുകളൊക്കെ നമ്മൾ പരിഹരിച്ച് അതിനെ നന്നാക്കിയെടുത്താൽ മതി. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് അതിനുള്ള സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതൊന്നും കണ്ടെത്താനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ നമ്മുടെ ചെറുപ്പക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക് സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഈ കാര്യങ്ങൾ കഴിവുള്ളിടത്തോളം ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളും അയൽക്കാരുമായിട്ടൊക്കെ സംസാരിക്കുക. അപ്പം നമ്മുടെ നാട് നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ ആര് നന്നാക്കും? ട്രംപോ അല്ലെങ്കിൽ ചൈനയുടെ അധിപതിയോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ രാഷ്ട്ര നേതാക്കൾക്ക്, ഭരണാധികാരികൾക്ക് വന്നിട്ട് നമ്മളെ സഹായിക്കാനാവില്ല. അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ സ്വീകാര്യത കിട്ടില്ല. അപ്പോൾ ഇത് അടിസ്ഥാന പ്രശ്നമാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. നമുക്ക് ജനാധിപത്യത്തിൽ മാറി നിൽക്കാനാവില്ല. നമ്മളിതിനകത്ത് പങ്കെടുത്തേ വെക്കുള്ളൂ. രാജാവിൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഭരണം നമ്മൾ ബലമായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുറച്ച് രാഷ്ട്രീയക്കാരെ അവരുടെ കാര്യസ്ഥന്മാരെ ഏൽപ്പിച്ച് നമ്മൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. നമ്മുടെ അടിവേര് മുറിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളതേക്കുറിച്ച് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.